മേട്ടു എത്തിയിട്ടില്ല. മേട്ടു ഏകദേശം ഒരു 10 ദിവസത്തിന് ശേഷമായിരിക്കും വീട്ടിലേക്ക് വരുന്നുണ്ടാവുക കേട്ടോ. ആളെ സർജറി കഴിഞ്ഞു. ആളെ സർജറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ കമൻസ് ഞാൻ വായിച്ചു. എന്താണ് പറ്റിയത്, പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് പറഞ്ഞുള്ള നിങ്ങളുടെ സ്നേഹാന്വേഷണങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഞാനൊരു അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആളെ കാതിന് സംഭവത്തിൽ എന്താ സംഭവിച്ചത് നമുക്കും അറിയില്ല. ഇന്നലെ പുലർച്ചയ്ക്കാണ് നിങ്ങൾ ആ ഷോർട്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ആളെ കാതിൽ ഇങ്ങനെ ചോര ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്ന മാതിരി അത് തൂങ്ങി കിടക്കുന്നുണ്ട് ആളെ കാത്. അപ്പോൾ നമ്മൾ നോക്കി. അപ്പോൾ ആളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർക്ക് കാണിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഡോക്ടർക്ക് ഫോട്ടോ അയച്ചപ്പോൾ അതെന്തായാലും സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ആൾ ഭക്ഷണം വെള്ളമൊക്കെ കുടിച്ചതുകൊണ്ട് ഇന്നലെ വേണ്ട, ഇന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ഇന്ന് ഏകദേശം ഒരു 11:30 കൂടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തി ഏകദേശം ഒരു 1.25 മണിക്കൂർ നീണ്ടിട്ടുള്ള ഒരു ചെറിയൊരു സർജറി ആയിരുന്നു. ആൾ ഓക്കെ ആയിട്ടുണ്ട്. ആളെ കാതൊക്കെ കീറി ഉഷാറായിട്ടുണ്ട്. അനസ്തേഷ്യ കൊടുത്ത സമയത്ത് അവന് കിടപ്പങ്ങട് കിടന്നു കേട്ടോ. അയ്യോ പെട്ടെന്ന് നെഞ്ചെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ഭയങ്കര സങ്കടം അവൻ്റെ കാര്യമായിരിക്കും. കാരണം അവനെ കിട്ടിയപ്പോൾ മുതൽ അവൻ ഓരോ വേദനയും ഓരോ സങ്കടവും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സങ്കടത്തിന് ഒരു അറുതി ഇരുന്നില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു പക്ഷേ കൂടുമ്പോൾ കിടന്ന് അടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെവിയിട്ട് അടിച്ചപ്പോഴോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അങ്ങനെ കോട്ടായതായിരിക്കും. ഒരു പക്ഷേ നമ്മളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ പോയി പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും ആളെ കാത് ചുരുങ്ങും. നമ്മളെ പപ്പടമൊക്കെ ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങാൻ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവൻ ഒഴിവാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ വരുന്ന സമയത്ത് ആൾ ഏകദേശം ഇങ്ങനെ ഉണർന്ന് വരികയായിരുന്നു. ആദ്യം തീരെ റെസ്പോണ്ട് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ മേട്ടു എന്ന് വിളിച്ചപ്പോൾ കണ്ണൊക്കെ തുറന്നു. കൂടുതലും ആക്റ്റീവല്ല, അനസ്തേഷ്യ കൊടുത്ത് കിടത്തിയ ഒരു അവസ്ഥയിലാണ് ആളിപ്പോഴും ഉള്ളത് കേട്ടോ. ഒരു 1-2 മണിക്കൂറിന് ശേഷമൊക്കെ ആയിരിക്കും ആൾ ഓക്കെ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊണ്ടുവരാനുള്ളൊരു പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടിങ്ങനെ കൊണ്ടുവരാച്ചിട്ടാ. പക്ഷേ സൺഡേ, അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വീണ്ടും അവൻ അവിടെ കൊണ്ടുപോയിട്ട് കാത് പിന്നെയും മാറ്റി കെട്ടണം. അതുപോലെ തന്നെ അവന് ഇഞ്ചക്ഷൻ ഉണ്ട്. ഇവിടെ വരുമ്പോൾ ആൻറ്റിബയോട്ടിക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇഞ്ചക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് പെട്ടെന്ന് റിക്കവറി സാധ്യമാവുള്ളൂ. അപ്പോൾ എന്തായാലും അവിടെ അഡ്മിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഒരു 3-4 ദിവസം അവിടെ നിർത്തേണ്ട സാഹചര്യമാണുള്ളത്. അപ്പോൾ കുറച്ച് ദിവസം കൂടി കൂടുതൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവൾ പെട്ടെന്ന് റിക്കവർ ആയിക്കോളും. കാരണം അവന് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അവർക്ക് എളുപ്പമായിരിക്കും. ഡോക്ടർക്ക് അതുപോലെ തന്നെ അവനെ നോക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ 10 ദിവസത്തേക്ക് അവനെ നമ്മളവിടെ ആക്കിയിരിക്കുകയാണ്. 10 ദിവസം മേട്ടു ഇനി ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. പക്ഷേ അവനെ കാണാൻ ഞങ്ങൾ പോകും കേട്ടോ. അതിൻ്റെ അപ്ഡേറ്റ്സ് എന്തായാലും തരണ്ട്. ഇന്നിപ്പോൾ കുറച്ചധികം സമയമായി. ശങ്കരിക്ക് രാവിലെ ഫുഡ് കൊടുത്ത് പോയതാണ്. വന്നപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. പക്ഷേ മേട്ടു കുഞ്ഞൂസിന് കൊടുത്ത പാല് കുഞ്ഞൂസ് കുടിക്കാത്തതുകൊണ്ട് അത് നേരെ ഞാൻ ശങ്കരിക്ക് കൊടുത്തിട്ട് ശങ്കരിനെ അമർത്തിയിട്ടുണ്ട്. ഇനി ശങ്കരിക്കും ഒന്ന് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുത്തതിന് ശേഷം 6:30-7:30 ആ ഒരു ടൈം വരെയൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുക. അതിനിടയിൽ പോകാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ആളൊന്ന് പോയി കാണുന്നുണ്ട്. ആൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വിഷമിക്കരുതല്ലോ. ഇന്നിട്ടിട്ട് പോയി എന്നുള്ളൊരു തോന്നൽ പാടില്ലല്ലോ. അപ്പോൾ ആളെ ഇന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നാളെ പോകണം. നാളെന്തായാലും പോയി കാണാൻ അപ്ഡേറ്റ്സ് എന്തായാലും തരണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി. പെട്ടെന്ന് റിക്കവറി ആവാനും കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ കുറച്ചിൽ അവനൊക്കെ ഉണ്ടായിരിക്കും. അത് ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അവൻ്റെ അപ്ഡേറ്റ്സും ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു സ്നേഹാന്വേഷണങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ തുടർന്നും മേട്ടുവിനുള്ള പ്രാർത്ഥിക്കാം. ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു വിഷമമുണ്ട്. എന്താ അറിയില്ല, അവൻ്റെ ആ ഒരു കടത്ത മനസ്സൊന്നും അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. എന്തായാലും ഹോസ്പിറ്റൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നാലും അവൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ്സ് കേട്ടോ.